ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ പിള്ളേച്ചന്റെ വാക്കുകൾ കേട്ട് ഉമ്മറത്തേക്ക് എത്തുകയും സത്യഭാമ പിള്ളേച്ചനോട് ചോദിച്ചു, അല്ല പിള്ളേ, ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാ മതിയോ എന്ന് ചോദിച്ച് സത്യഭാമ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ, ഇവിടെ എനിക്ക് ചില കാര്യങ്ങൾ എല്ലാവരോടും പറയുവാനുണ്ട്. ദാ ഈ നിൽക്കുന്ന പെൺകുട്ടി ആരാണെന്നറിയാമോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും ഞെട്ടലോടെ നോക്കുമ്പോ സത്യഭാമ അവിടെ നിന്ന് കാർത്തികയെ വിഷ്ണുവിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു. കാർത്തിക അപ്പോഴേക്കും സത്യഭാമയോട് പറഞ്ഞു, സത്യമ്മേ, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞത് കേട്ട് വീണ്ടും സത്യഭാമ കാർത്തികയോട് പറഞ്ഞു, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. അങ്ങനെ സത്യഭാമ കാർത്തികയെ അരികിലേക്ക് വിളിപ്പിച്ചിട്ട് വിഷ്ണുവിന്റെ തൊട്ടരികിൽ കൊണ്ടുവന്ന് കാർത്തികയെ സത്യഭാമ പിടിച്ചിരുത്തി. അങ്ങനെ കാർത്തിക അവിടെ ഇരുന്നതും സത്യഭാമ എല്ലാവരും കാണുകെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ദാ ഈ ഇരിക്കുന്നതാണ് എന്റെ മകന്റെ ഭാര്യ കാർത്തിക. എന്റെ മകൻ വിഷ്ണു താലി കെട്ടിയ പെൺകുട്ടി, അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ഭാര്യ എന്ന് സത്യഭാമ എല്ലാവരും കേൾക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശാലിനി ഈ സമയത്ത് വിഷ്ണുവിന്റെ വീട്ടിലേക്ക്, സത്യാമ്മയുടെ വീട്ടിലേക്ക് ലക്ഷ്യം വെച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയുടെ കാറിനെ ഫോളോ ചെയ്ത് അവിടേക്ക് മധുശ്രീയും എത്തിച്ചേർന്നു. ഈ സമയത്ത് സത്യഭാമ പറഞ്ഞു, ഇത് ഈ ഒരു തീരുമാനത്തിൽ എന്റെ മകന്റെ ഭാര്യയെയും മകന്റെയും ആ ഒരു തീരുമാനം, അവരെടുത്ത തീരുമാനത്തിൽ ആർക്കെങ്കിലും വിരോധമോ വിഷമോ ഉണ്ടെങ്കിൽ, ആരുടെയെങ്കിലും നാവോ ദേഹമോ ഇപ്പോഴും ചൊറിയുന്നുണ്ടെങ്കിൽ അത് ഈ നിമിഷം എന്നോട് പറയണമെന്ന് സത്യഭാമ അറിയിച്ചു. രാഘു എന്ന രാഘു കലിയോടിരിക്കുമ്പോ പിള്ളച്ചനോട് സത്യഭാമ പറഞ്ഞു, പിള്ളേ, നിങ്ങളെ ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നത് ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങൾ നോക്കാനും ഈ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നതനുസരിച്ച് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനുമാണ്. ഇവിടുത്തെ കാര്യസ്ഥനായിട്ടാണ് നിങ്ങളെ നിർത്തിയിരിക്കുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ പിള്ളേശൻ പറഞ്ഞു, സത്യാമ്മേ, എനിക്ക് വിഷമം തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. ന്യായമെന്ന് തോന്നിയ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചെന്നേ ഉള്ളൂ സത്യാമ്മേ. എന്റെ സത്യാമ്മയ്ക്ക് നാവടപ്പിക്കാമെങ്കിലും ഈ നാട്ടുകാർ പലതും പറയില്ലേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, അങ്ങനെ പലതും പറഞ്ഞവർ ഇവന്റെ ഭാര്യ എന്ന് പറഞ്ഞു നടന്നിരുന്ന ആ പെണ്ണിനെ കുറിച്ച് ആരാ എന്താ സംസാരിക്കുന്നത്? അവരും ചില കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇന്ന് ഈ വീട്ടിലെ മരുമകളായി മറ്റൊരു പെൺകുട്ടി വന്നു കയറിയെങ്കിൽ അതിന്റെ കാരണക്കാരി ആരാണ് എന്ന് സത്യഭാമ എല്ലാവരോടും ചോദിച്ചു. ഒന്നും മിണ്ടാതിരിക്കുമ്പോ രാഘവനാർ അരികിലേക്ക് സത്യഭാമയെ എത്തിയിട്ട് ചോദിച്ചു, അല്ല, നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇപ്പോ വിഷ്ണുവിന്റെ ജീവിതം ഈ രീതിയിൽ തകർന്നടിയുന്നത് കണ്ടപ്പോ ആർക്കും അപ്പോഴൊന്നും തന്നെ ഒരു തീരുമാനം പറയാനും ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ നിർബന്ധം പിടിച്ച് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ വിഷ്ണുവിനെ കൊണ്ട് താലി കെട്ടിക്കാനായി ഞാൻ കൊണ്ടുപോയപ്പോ അപ്പോഴും വിഷ്ണു എന്നോട് എതിർപ്പാണ് കാട്ടിയത്. ഞാൻ വിവാഹം നിർബന്ധിച്ച് ഈ പെൺകുട്ടിയെയും ഇവരെയും വിവാഹം കഴിപ്പിച്ചതല്ല. എന്റെ നിർദ്ദേശപ്രകാരമോ എന്റെ തീരുമാനപ്രകാരമോ അല്ല അവൻ ഈ വിവാഹം നടത്തിയിരിക്കുന്നത്. മുൻപും ഞാൻ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച പെൺകുട്ടിയെ മണ്ഡപത്തിൽ കാത്തിരിക്കെ ഇവൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇവിടേക്ക് വന്നത്. ആ പെണ്ണിനെ ഞാൻ നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചു. എന്നിട്ട് അവൾ അവളുടെ തോന്നിവാസത്തിന് ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും അവൾക്ക് അവളുടെ ഇഷ്ടമുള്ള ജീവിതം അവൾ തിരഞ്ഞെടുക്കുകയും ചെയ്തപ്പോൾ എന്റെ മകന്റെ ജീവിതം അത് തകർന്നുപോയി. അവസാനം വീണ്ടും അവൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇവിടേക്ക് വന്നു കയറി. ഞാൻ മധുശ്രീയുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ചപ്പോ അവൻ ഇഷ്ടപ്പെട്ട മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നു. ഞാൻ ആ പെൺകുട്ടിയും നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചു, എന്റെ മരുമകളായി അംഗീകരിച്ചു. അതിൽ ഞാൻ എന്താ തെറ്റ് ചെയ്തിരിക്കുന്നത്? അവന് സമാധാനവും സന്തോഷവും കിട്ടിയ ഒരു ജീവിതം അവൻ തിരഞ്ഞെടുക്കുമ്പോ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ നിങ്ങൾ എല്ലാവരും പറയുന്നത്? ഇപ്പോഴും എനിക്കത് മാത്രമാണ് മനസ്സിലാകാത്തത്. എന്നെ ഒരു കുറ്റക്കാരിയാക്കിയും ഞാൻ തെറ്റുകാരിയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് എനിക്കതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. മനഃപൂർവ്വം നിങ്ങൾ എന്നെ കുറ്റക്കാരിയാക്കാനും ഞാൻ എന്തോ വലിയ പാതകം ചെയ്തുവെന്ന് എല്ലാവരുടെയും മുഖഭാവത്തിൽ നിന്നും അങ്ങനെ ഒരു ധാരണയും നിങ്ങളുടെ എല്ലാം പ്രവൃത്തിയിലും ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. പിന്നെ ഇപ്പോ എല്ലാവരും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോ അതേ ചോദ്യങ്ങൾ ഇവന്റെ മുൻ ഭാര്യ എന്ന് പറയുന്ന ശാലിനിയുടെ നേരെ നിങ്ങൾ ഉന്നയിക്കണം. അതിന് എന്നെ മാത്രം കുറ്റക്കാരിയാക്കിയാൽ പോരാ. അവൾ ചെയ്തു കൂട്ടിയ അവളുടെ തോന്നിവാസങ്ങൾക്ക് അവൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടെങ്കിൽ അവളോട് ചോദ്യങ്ങൾ ചോദിച്ച് അവളുടെ ഭാഗത്തു നിന്ന് മറുപടി നേടിയതിനു ശേഷം മാത്രമേ ഈ സത്യഭാമയുടെ നേരെ ചോദ്യങ്ങളുമായി എത്താവൂ. എന്റെ മകന്റെ ജീവിതത്തില് അവൻ തിരഞ്ഞെടുത്ത ഒരു ജീവിതം അവൻ സന്തോഷപൂർവ്വം ജീവിക്കട്ടെ. ഇനിയും അവനെ കളഞ്ഞിട്ട് പോയ അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവൻ കാത്തിരിക്കുന്ന ഈ 6 വർഷം അവൻ വെറുതെ കാത്തിരുന്ന് കളഞ്ഞില്ലേ? അവനെ വഞ്ചിച്ച് കടന്നു കളഞ്ഞവളുമായിട്ട് ഇനി ഒരു ബന്ധം അവൻ എന്തിനാണ്? അത് ആ സത്യം തിരിച്ചറിഞ്ഞ എന്റെ മകൻ മറ്റൊരു ജീവിതം കണ്ടെത്തി കഴിഞ്ഞു. ഇനി അതിനെ അനുകൂലിച്ച് എല്ലാവരും നിൽക്കുക എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അതെല്ലാം കേട്ടു നിന്ന കമലൻ അവിടെ നിന്ന്
വിഷ്ണുവിനെ നോക്കിയിട്ട് വിളിച്ചു, ആശാനെ. അപ്പോഴേക്കും ഉടനെ സത്യഭാമ കമലിനെ നോക്കിയിട്ട് പറഞ്ഞു, ദാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മുതൽ ദാ ഈ ഇരിക്കുന്ന ആളാണ് നിന്റെ ഏട്ടത്തിയമ്മ, മനസ്സിലായോ? ഇവർ രണ്ടുപേരുമാണ്. ഇത് നിന്റെ ആശാനും ഇത് നിന്റെ ഏട്ടത്തിയമ്മയും എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യഭാമയുടെ മറുപടി കേട്ട് രാഘവൻ നായർ പറഞ്ഞു, ശ്രീരാമചന്ദ്രനും സീതാദേവിയുമാണല്ലോ. ഇവനാണല്ലോ ഭക്ത ഹനുമാൻ. എടാ, നിന്നെ നെഞ്ചു പിളർന്ന് കാണിച്ചു കൊടുക്കടാ ആ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയുടെയും ചിത്രം എന്ന് പറഞ്ഞ് കമലിനെ രാഘവൻ നായർ കളിയാക്കുമ്പോ അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, ഓ, അത്രത്തോളം മതിയോ? അതോ ഇനി അതിലും കൂടുതൽ വേണോ? എനിക്ക് ശ്രീരാമചന്ദ്രൻ സീതാദേവിയുമാണെന്ന് പറയുന്നതിലും അത്ര തെറ്റൊന്നുമില്ല എന്ന് മറുപടി നൽകുമ്പോ ഉടനെ സത്യഭാമ അങ്ങനെയെല്ലാം സംസാരിച്ചിട്ട് നേരെ ആ കസേരയിൽ ചെന്നിരിക്കുമ്പോ രാഘവൻ നായർ ആകെ കലി പിടിച്ചങ്ങനെ നിൽക്കുന്ന നേരത്ത് വിഷ്ണുവും കാർത്തികയും ഒന്നും മിണ്ടാതെ വിടുന്നു. അപ്പോഴാണ് സത്യഭാമ ചോദിച്ചത്, അല്ല അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങളുടെ വിവാഹം ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണുവിനാകെ തപ്പലായി. വിഷ്ണു ആകെ ആശങ്കയോടെ ക്ഷേത്രം അത് പിന്നെ അമ്മേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിഷ്ണു പറഞ്ഞു, അമ്മേ അത് പിന്നെ ഇവിടെ പാലോടുള്ള ക്ഷേത്രത്തിൽ വെച്ച് എന്ന് പറഞ്ഞപ്പോ, പാലോടുള്ളോ? ഏത് ക്ഷേത്രം? ഏത് ക്ഷേത്രത്തിൽ വെച്ചാടാ എന്ന് ചോദിച്ചപ്പോ, പാലോടുള്ള മഹാദേവ ക്ഷേത്രം എന്ന് വിഷ്ണു സത്യഭാമയോട് പറഞ്ഞു. അപ്പോഴേക്കും മഹാദേവ ക്ഷേത്രം, ഓ പാലോടുള്ളതല്ലേ എന്ന് സത്യഭാമ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ രാഘവൻ നായർ ചോദിച്ചു, അല്ല നീ എന്താടാ മഹാദേവ ക്ഷേത്രത്തിൽ കണ്ടുപിടിച്ചത്? ശ്രീരാമക്ഷേത്രം കണ്ടുപിടിക്കാൻ മേലായിരുന്നോ? അതായിരുന്നല്ലോ ഒന്നുകൂടെ ഉചിതം എന്ന് രാഘവൻ നായർ വിഷ്ണുവിനോട് പറഞ്ഞു. അതെല്ലാം കേട്ട് ആകെ വിഷമിച്ചങ്ങനെ സത്യഭാമയുടെ മുന്നിൽ വെച്ച് രാഘവൻ നായർ അങ്ങനെ പറയുമ്പോൾ സത്യഭാമ രാഘവേട്ട എന്ന് വിളിച്ചു. ഓ എന്ന് പറഞ്ഞ് ഒട്ടും ഇഷ്ടപ്പെടാതെ രാഘവൻ നായർ മുഖം തിരിച്ചിരിക്കുമ്പോഴാണ് ജില്ലാ കളക്ടർ എന്നുള്ള ബോർഡ് എഴുതി വെച്ച് ആ കാറ് വീട്ടുപടിക്കലേക്ക് കടന്നു വരുന്നത് കണ്ടത്. കൊടിയും വെച്ച് ആ ജില്ലാ കളക്ടർ എന്നുള്ള പേരുമുള്ള കാറ് മുറ്റത്ത് വന്ന് നിന്നതോടെ രാഘവൻ നായരും വിഷ്ണുവും സത്യഭാമയും എല്ലാം ഞെട്ടലോടെ നോക്കി. കാർത്തികയും ആശങ്കപ്പെട്ടങ്ങനെ നോക്കുമ്പോൾ ഡോറ് തുറന്ന് ശാലിനി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പിന്നാലെ ശാരദാമ്മയും കാറിൽ ഇറങ്ങുന്നത് കണ്ടതോടെ വിഷ്ണു ആകെ ഞെട്ടലോടെ നോക്കി. അപ്പോഴേക്കും ശ്യാമ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ കമലിനും ആകെ നെഞ്ചിടിപ്പോടെ ചാടി എഴുന്നേറ്റു. രാഘവൻ നായരും അവിടെ നിന്ന ശാലിനിയും വിഷ്ണുവുമായിട്ടുള്ള ബന്ധത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയവരുടെ എല്ലാവരുടെയും നെഞ്ചിൽ ഒരിടുത്തി വന്ന് വീണതുപോലെ നെഞ്ച് തകർന്നങ്ങനെ എല്ലാവരും നിൽക്കുമ്പോൾ വിഷ്ണു വേഗം അവിടേക്ക് എഴുന്നേറ്റ് വന്ന് ശാലിനിയെ തന്നെ നോക്കി വരുന്നത് കണ്ട് വിഷ്ണു ആകെ വിഷമത്തോടെ ശാലിനിയെ തന്നെ ഉറ്റുനോക്കി. ശാരദാമ്മയും ശാലിനിയും മറ്റൊന്നും പറയാതെ നേരെ ആ പൂമുഖത്തേക്ക് കയറി വന്നു. വിഷ്ണു ഒന്നും മിണ്ടാതെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാർത്തിക ആ വരുന്നത് വിഷ്ണുവേട്ടന്റെ ശാലിനിയാണെന്ന് അറിഞ്ഞതോടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ശാലിനി ആകെ കണ്ണീരോടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കാർത്തികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ മഞ്ഞൾ ചരടിൽ കോർത്തിരിക്കുന്ന ആ താലിയിലേക്ക് ശാലിനിയുടെ കണ്ണുകൾ പാഞ്ഞെത്തി. കാർത്തിക ആകെ വിഷമത്തോടെ തന്റെ കഴുത്തിലെ ആ താലിയിലേക്ക് നോക്കി സങ്കടത്തോടെ തന്നെ ആകെ ഭയത്തോടെയും ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി. ഇനി ഉണ്ടാകാൻ പോകുന്ന അവിടുത്തെ രംഗങ്ങളെ കുറിച്ചോർത്തുള്ള ആധി കാർത്തികയുടെ മനസ്സിനെ അലട്ടി. അപ്പോഴേക്കും ശാരദാമ്മയും അതേപോലെ തന്നെ കാർത്തികയുടെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാളേറെ കഴുത്തിൽ കിടന്ന ആ താലിയിലേക്ക് ആ അമ്മയുടെയും മകളുടെയും കണ്ണുകൾ പാഞ്ഞെത്തി. വിഷ്ണുവിന്റെ കണ്ണിലേക്ക് ദയനീയമായി ശാലിനി നോക്കുമ്പോൾ ആ നോട്ടത്തെ ചെറുത്തു നിൽക്കാനാകാതെ വിഷ്ണു തലകൾ കുനിച്ചു. അപ്പോഴേക്കും ശാലിനി കണ്ണുനീരോടെ അരികിലേക്ക് വന്ന് വിഷ്ണുവിന്റെ മുന്നിലേക്ക് വന്നു നിന്നു. വിഷ്ണുവേട്ട എന്ന് വിളിച്ച് ശാലിനി വിഷ്ണുവോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. വിഷ്ണുവേട്ട എന്ന് ശാലിനി വിളിച്ചതും ആ വിളി കേട്ട് ഒന്നും മിണ്ടാനാകാതെ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി സങ്കടത്തോടെ വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നു. ആ കാഴ്ച കണ്ടതോടെ പെട്ടെന്ന് സത്യഭാമ ശാലിനിയുടെയും വിഷ്ണുവിന്റെയും സംസാരം തുടങ്ങാതിരിക്കാനായി ഇടയിൽ കയറിയ സത്യഭാമ ചോദിച്ചു, ആഹാ അത് ശരി, എൻ്റെ പുന്നാര മൂത്ത മരുമകൾ ഇപ്പോ ഇവിടേക്ക് എത്തിയോ? ഇനി ഇവിടെ വന്ന് നീ കൂടുതൽ സംസാരിക്കാനൊന്നും പോകണ്ട. ഇപ്പോ നിന്റെ ആരുമല്ല ഈ നിൽക്കുന്ന എൻ്റെ മകൻ എന്ന് പറഞ്ഞ് സത്യഭാമ ശാലിനി വിഷ്ണുവോട് സംസാരിക്കുന്നതിന് മുന്നിൽ ഇടയിൽ കയറുന്നു. അപ്പോഴേക്കും ശാലിനിയുടെ കാറിന് പിന്നാലെ അവിടേക്ക് മധുശ്രീയുടെ കാറ് കൂടി വന്നു നിന്നു. അകത്ത് എന്താ നടക്കുന്നതെന്നറിയാനായി മധുശ്രീ വളരെ പ്രതീക്ഷയോടെ അകത്തേക്ക് വരുന്നതിന് മുമ്പ് താനിവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മോശമാവുമല്ലോ, അതുകൊണ്ട് തൽക്കാലം മറ്റാരും കാണണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പതുക്കെ തന്റെ കാറ് പിന്നിലേക്ക് എടുത്ത് മധുശ്രീ അപ്പുറത്ത് കൂടി മറ്റൊരു വഴിയിൽ കൂടി പിന്നാമ്പുറത്തു കൂടി നേരെ അകത്തേക്ക് കയറിയെത്തി. അകത്ത് നടക്കുന്ന കാഴ്ചകൾ കാണാനുള്ള ആകാംക്ഷയായിരുന്നു ആ നിമിഷം മധുശ്രീയുടെ മനസ്സിലാകെ. അങ്ങനെ മധുശ്രീ അകത്തേക്ക് കയറി വരുമ്പോൾ ശാലിനി വിഷ്ണുവിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്നത്
എൻ്റെ ഭർത്താവാണ്. എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാനുള്ള അധികാരം ഇപ്പോൾ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നുണ്ട് എന്ന് ശാലിനി സത്യഭാമയോട് പറയുന്നു. അത് കേട്ടതും സത്യഭാമ ചോദിച്ചു, നീ എന്നെ നിയമം പഠിപ്പിക്കാറായോടി എന്ന് ചോദിച്ച് സത്യഭാമ ശാലിനി നേരെ തൻ്റെ കൈകൾ ഉയർത്തി. ആ വലത് കൈ ഉയർത്തി ശാലിനിയെ തല്ലാനായി കൈപൊക്കിയതും ആ നിമിഷം സത്യഭാമയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ശാലിനി അന്ന് കളക്ടറുടെ ചേംബറിലിരുന്ന് അവിടെ എത്തിയ അവിടുത്തെ ആ കളക്ടറേറ്റിലെ ഓഫീസറോട് പോലും അവിടുത്തെ ജോലിക്കാരോട് പോലും ശാലിനി ശബ്ദമുയർത്തി സംസാരിച്ചതും അവരെ നിലയ്ക്ക് നിർത്തിയതുമായ ശാലിനിയുടെ അന്നത്തെ ആ ഒരു പ്രകടനം സത്യഭാമയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് ശാലിനിയുടെ മുഖത്തടിക്കാൻ ഉയർത്തിയ കൈകൾ ആ പാതി വഴിയിൽ അങ്ങനെ ഉപേക്ഷിച്ച് നിർത്തുമ്പോൾ ഉടനെ രാഘവൻ നായർ വിളിച്ചു, ഭാമയെ നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചതും സത്യഭാമ വേഗം തന്റെ ആ കൈ താഴേക്ക് ചുരുട്ടി ആ കൈ തന്റെ തുടയിലേക്ക് ആഞ്ഞടിച്ചു. കലിയോടെ സത്യഭാമ ശാലിനി അങ്ങനെ നോക്കുമ്പോൾ സത്യഭാമയുടെ ആ സംസാരം കേട്ട് ശാലിനിയുടെ നേരെ കൈ ഉയർത്തിയ സത്യഭാമയെ ഒരു രീതിയിലും അംഗീകരിക്കാനോ അല്ലെങ്കിൽ സത്യഭാമയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാൻ നിൽക്കാതെ ശാലിനി വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നു. വിഷ്ണുവിനെ നോക്കി കണ്ണുനീരോടെ ശാലിനി നോക്കി. പലരും പറഞ്ഞു വിഷ്ണുവായിട്ട്, പലരും പറഞ്ഞ് ഞാൻ ഈ വാർത്ത അറിഞ്ഞു. എന്നാൽ ആ കേട്ട വാർത്തകളൊന്നും സത്യമാകുകയില്ല എന്നതായിരുന്നു എൻ്റെ വിശ്വാസം. ഞാൻ ഇവിടേക്ക് വിഷ്ണുവിനെ കാണാനായി ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്തും എൻ്റെ മനസ്സിൽ മുഴുവൻ ഈ വീട്ടുപടിക്കൽ വന്നെത്തിയപ്പോഴും ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നതും വിശ്വസിച്ചിരുന്നതും അങ്ങനെ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ കേട്ട കാര്യങ്ങൾ സത്യമാകരുതേ എന്നതായിരുന്നു. എന്നാൽ ഇവിടെ വന്നെത്തിയപ്പോൾ ഈ കാണുന്ന കാഴ്ച എനിക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല വിഷ്ണുവേട്ട. ഒരിക്കലും ഈ കാഴ്ച എനിക്ക് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയില്ല വിഷ്ണുവേട്ട. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച കാണുമെന്ന് കരുതിയതുമല്ല എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണുവേട്ടൻ എന്നോട് ഇങ്ങനെ ഒരു ക്രൂരത കാട്ടിയല്ലോ, ഇങ്ങനെ എന്നോട് ചെയ്യാൻ വിഷ്ണുവേട്ടൻ എങ്ങനെ കഴിഞ്ഞു, വിഷ്ണുവേട്ടൻ എങ്ങനെ മനസ്സ് വന്നു എന്ന് ശാലിനി കണ്ണുനീരോടെ വിഷ്ണുവിനോട് ചോദിച്ചു. വിഷ്ണുവേട്ട, ഞാൻ വിഷ്ണുവേട്ടനോട് എന്ത് തെറ്റാ ചെയ്തത്, ഇങ്ങനെ ഒരു ചതി എന്നോട് കാട്ടുവാനായിട്ട് എന്ന് ചോദിച്ച് സത്യഭാമ വിഷ്ണുവിന്റെ കാലിൽ വീണ് ശാലിനി സങ്കടത്തോടെ ചോദിച്ചു, എന്നോട് ഒന്ന് പറ വിഷ്ണുവേട്ട പ്ലീസ്. ഞാൻ ഇവിടെ വന്നപ്പോഴും കരുതിയത് ഇതൊക്കെ വിഷ്ണുവേട്ടൻ്റെ ഒരു നാടകമാണെന്ന് വിഷ്ണുവേട്ടൻ എന്നോട് പറയുമെന്നാണ്. ഈ വിവാഹം നടന്നതല്ല എന്നും എന്നെ കൊണ്ട് സത്യങ്ങൾ പറയിക്കാനും വിഷ്ണുവേട്ടൻ്റെ അരികിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരാനുമായിട്ട് ഞാൻ വിഷ്ണുവേട്ടനെ കണ്ടപ്പോൾ കണ്ടിട്ടും ഒഴിഞ്ഞു മാറി നടന്നതിൻ്റെ പേരിൽ ഞാൻ വിഷ്ണുവേട്ടൻ്റെ മുന്നിൽ ഒളിച്ചുകളി നടത്തിയതുപോലെ എൻ്റെ മുന്നിൽ വിഷ്ണുവേട്ടൻ നടത്തിയ ഒരു നാടകമാണിതെന്നും ഇതെല്ലാം വെറും ഒരു നാടകമാണെന്ന് എന്നോടൊന്ന് പറ വിഷ്ണുവേട്ട, അങ്ങനെ ഒന്ന് പറ എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിഷ്ണുവിനോട് ശാലിനി കേണപേക്ഷിക്കണം. വിഷ്ണുവിൻ്റെ കാൽച്ചുവട്ടിൽ കിടന്ന് ശാലിനി പൊട്ടിക്കരയുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ സത്യം ഒന്ന് തുറന്നു പറയാനായി വീർപ്പ് മുട്ടുന്ന വിഷ്ണു തന്റെ ശാലിനിയുടെ നെഞ്ചു പിടയുന്ന കാഴ്ച കണ്ടിട്ട് സഹിക്കാനാകാതെ വിഷ്ണു ദയനീയമായി കാർത്തികയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും കാർത്തിക ഒരിക്കലും സത്യം തുറന്നു പറയരുതേ എന്ന് തലകുലുക്കിക്കൊണ്ട് ഒരിക്കലും അങ്ങനെ സത്യം തുറന്നു കാട്ടരുത് എന്ന് വിഷ്ണുവിനെ താക്കീത് ചെയ്യും വണ്ണം കാർത്തിക തലകുലുക്കുമ്പോൾ അത് കണ്ട വിഷ്ണു ഒന്നും ചെയ്യാനാകാതെ ആകെ തകർന്നു നിൽക്കുകയാണ്. ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ട് ശാരദാമ്മ വേഗം ശാലിനിയുടെ അരികിലേക്ക് ചെന്നു. ഒരു മോളെ ശാലിനി എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ശാലിനിയെ ശാരദാമ്മ വിഷ്ണുവിന്റെ കാൽച്ചുവട്ടിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ടും വിഷ്ണു ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു, വിഷ്ണുവേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല. ഇതൊക്കെ എൻ്റെ വെറും ഒരു സ്വപ്നമാണെന്ന് പോലുമാണ് ഞാനിപ്പോൾ കരുതുന്നത്, അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഒരു ദുസ്വപ്നം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. വിഷ്ണുവേട്ട, ഈ 6 വർഷക്കാലം ഞാൻ വിഷ്ണുവേട്ടനിൽ നിന്ന് അകന്നു നിന്നു, വിഷ്ണുവേട്ടൻ്റെ അരികിൽ നിന്ന് ഞാൻ മാറി നിന്നു, ശരിയാണ്. എന്നാൽ അത്രയും വർഷക്കാലം ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ എൻ്റെ പ്രാണൻ ഇവിടെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. വിഷ്ണുവേട്ടനെ സ്നേഹിച്ചു തുടങ്ങിയ നാൾ മുതൽ വിഷ്ണുവേട്ടൻ എൻ്റെ ജീവനാണ്, എൻ്റെ പ്രാണനായിരുന്നു എന്ന് ശാലിനി വിഷ്ണുവിനെ നോക്കി വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് കൈ ചേർത്ത് വെച്ച് വിഷ്ണുവിൻ്റെ കവിളിൽ പിടിച്ചുകൊണ്ട് ശാലിനി വിഷ്ണുവിനോട് പറയുന്നു. വിഷ്ണുവേട്ട, സ്നേഹിച്ചു തുടങ്ങിയ കാലം മുതൽ വിഷ്ണുവേട്ടൻ എൻ്റെ പ്രാണനാണ്, എൻ്റെ ജീവവായു. എൻ്റെ ജീവവായുവിനെ ഇവിടെ ഉപേക്ഷിച്ചാണ് ഞാൻ പോയത്. എൻ്റെ പ്രാണനില്ലാതെയായിരുന്നു ഞാൻ പോയത്. ശരീരം മാത്രമേ അകന്നു പോയിട്ടുണ്ടായിരുന്നുള്ളൂ. മനസ്സ് എന്നും എൻ്റെ വിഷ്ണുവേട്ടനോടൊപ്പം തന്നെയായിരുന്നു. വിഷ്ണുവേട്ട, എന്നോട് എങ്ങനെ വിഷ്ണുവേട്ടൻ ഇങ്ങനെ ചെയ്യാൻ തോന്നി?
ഇത്രയും നാളും അകന്നു നിന്നപ്പോഴൊക്കെ ഓരോ നിമിഷവും വിഷ്ണുവേട്ടനെ കുറിച്ചായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആദി. ഞാൻ ഒപ്പമില്ലാതിരിക്കുമ്പോൾ വിഷ്ണുവേട്ടൻ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ, വിഷ്ണുവേട്ടൻ സമയാസമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, വിഷ്ണുവേട്ടൻ്റെ മനസ്സ് സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത്, അങ്ങനെ ഓരോ നിമിഷവും വിഷ്ണുവേട്ടനെ കുറിച്ചുള്ള ആധിയിലായിരുന്നു എൻ്റെ ജീവിതം. അവസാനം വിഷ്ണുവേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഇത്രയും വർഷക്കാലം ഇല്ലാതിരുന്ന ഒരു ജീവച്ഛവമായി ജീവിച്ച എൻ്റെ ശരീരത്തിന് ആ ജീവൻ തിരിച്ചു കിട്ടിയ പ്രതീതിയായിരുന്നു വിഷ്ണുവേട്ടനെ ഈ 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടുമുട്ടിയപ്പോൾ. എന്നിട്ടും എൻ്റെ വിഷ്ണുവേട്ടൻ്റെ അരികിലേക്ക് ഓടിയെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ എന്നോട് ഈ ഇത്തരത്തിലൊരു പ്രവൃത്തി വിഷ്ണുവേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല വിഷ്ണുവേട്ട. ഇത്രമേൽ എൻ്റെ എല്ലാമായ എൻ്റെ വിഷ്ണുവേട്ടനെ എനിക്ക് നഷ്ടമാകുമെന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. വിഷ്ണുവേട്ടൻ എൻ്റെ അരികിൽ നിന്ന് ഒരിക്കലും പോവില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എന്നെ അത്രത്തോളം സ്നേഹിക്കുന്ന, ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്ന എൻ്റെ വിഷ്ണുവേട്ടൻ എന്നെ മേലുള്ള വിശ്വാസവും എന്തൊക്കെ ആപത്തിൽ വന്നാലും ഏതൊക്കെ പ്രതിസന്ധികൾ നേരിടുമ്പോഴും എത്രയെത്ര ദുർഘട സന്ധികളിലെത്തുമ്പോഴും എന്നും എൻ്റെ കൂടെയുണ്ട് എന്ന്, എൻ്റെ ഒപ്പമുണ്ട് എന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ വിഷ്ണുവേട്ടൻ ഏത് കൂരിരുട്ടിൽ അകപ്പെട്ടാലും എന്നും എനിക്ക് കൈത്തിരി നാളമായി എൻ്റെ ഒപ്പമുണ്ട് എന്ന് കരുതിയ ആ ഈ വിളക്കിനെയല്ലേ വിഷ്ണുവേട്ട അണച്ചു കളഞ്ഞത്, ആ വെളിച്ചത്തെയല്ലേ ഇല്ലാതാക്കി കളഞ്ഞത് എന്ന് ചോദിച്ച് ശാലിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ച് സങ്കടത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചു. വിഷ്ണുവേട്ട, എങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നി? വിഷ്ണുവേട്ടന് എങ്ങനെ എന്നോട് ഈ ചതി ചെയ്യാൻ തോന്നി? എന്നോട് ഒരു വാക്ക് പറ വിഷ്ണുവേട്ട, ഇതൊക്കെ വെറുതെയാണെന്ന്, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. വിഷ്ണുവേട്ട, ഇനിയെങ്കിലും എന്നോട് സത്യം ഒന്ന് പറ, ഒന്ന് തുറന്നു പറ, ഒരു വാക്കെങ്കിലും പറ വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് ശാലിനി ബഹളം ഉണ്ടാക്കിയിട്ടും എത്ര ഒച്ച വെച്ചിട്ടും വിഷ്ണു ഒന്നും മിണ്ടാനാകാതെ ആകെ തകർന്നു നിൽക്കുകയാണ്. മനസ്സിൽ അപ്പോഴേക്കും ശാലിനി പൊട്ടിക്കരയുന്നത് കണ്ട് വിഷ്ണു മനസ്സിൽ പറഞ്ഞു, എടോ, താൻ പറഞ്ഞതുപോലെ ഇതെല്ലാം വെറുതെയാണ്, ഈ കാണുന്നതൊക്കെ സത്യമല്ല. താൻ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ നാവിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വരാനായിട്ടുള്ള വെറും ഒരു നാടകം, തന്നെ കൊണ്ട് എല്ലാ സത്യങ്ങളും, താൻ മറച്ചു വെച്ച എല്ലാ രഹസ്യങ്ങളും പുറത്തു പറയിക്കാനായിട്ടുള്ള, അതിനുവേണ്ടി മാത്രമുള്ള വെറും ഒരു നാടകമാണോ ഇത്? താൻ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ചാണ് പിടയുന്നത്. എൻ്റെ ശാലിനിയെ ഒരിക്കലും എനിക്ക് കൈവിടാനാവില്ല. എൻ്റെ ശാലിനിക്ക് പകരം ഈ വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ മറ്റാരുമില്ല എന്ന് വിഷ്ണു മനസ്സിൽ ശാലിനിയോട് മറുപടി നൽകുമ്പോൾ ശാലിനിയെ വിഷ്ണുവിൻ്റെ ആ മൗനം ശാലിനിയെ വല്ലാതെ വേദനിപ്പിക്കുന്നു. വിഷ്ണുവേട്ട, എന്നോട് പറ വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് ശാലിനി വീണ്ടും വിഷ്ണുവിൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ട് സഹിക്കാനാകാതെ എല്ലാവരും നിൽക്കുമ്പോൾ സത്യഭാമ ശാലിനിയുടെ ആ സംസാരവും വിഷ്ണുവിന് നേരെയുള്ള ശാലിനിയുടെ ചോദ്യം ചെയ്യലുമൊക്കെ കണ്ട് കരയോടെ ശാലിനി കരികിലേക്ക് എത്തുന്നു. ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ശാലിനിയോട് സത്യഭാമ പറഞ്ഞു, നീ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രകടനം കാണിക്കുന്നത്? എൻ്റെ മകൻ്റെ മനസ്സ് തകർക്കാനോ? നീ എന്ന ഈ ഇത്രയും നാളും എൻ്റെ മകൻ്റെ ജീവിതത്തിൽ കാർന്ന് പിടിച്ച നീ എന്ന് പറയുന്ന ഞണ്ടിനെ അവൻ എന്നേക്കുമായി ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും എൻ്റെ മകൻ്റെ ജീവിതം സന്തോഷത്തോടെയുള്ളതാകട്ടെ എന്ന് സത്യഭാമ ശാലിനിയുടെ ആ സങ്കടം കണ്ട് വിഷ്ണു ശാലിനിയെ സമാധാനിപ്പിക്കാനായി തൻ്റെ കൈകൾ അങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്ന നേരത്ത് സത്യഭാമ ശാലിനിയുടെ അരികിലേക്ക് എത്തി ശാലിനിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് ഇത്രയും പറയുന്നത്. അത് കേട്ടതോടെ ശാലിനി ആകെ വിഷമിച്ച് പൊട്ടിക്കരഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ്മയോട് സത്യഭാമ ചോദിച്ചു, ശാരദാമ്മേ, നിങ്ങളും കൂടി നിങ്ങളുടെ മകൾക്കൊപ്പം കൂട്ടു നിൽക്കുകയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമയോട് ശാരദാമ്മ പറഞ്ഞു, സത്യാമ്മേ, എൻ്റെ മകളുടെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ എനിക്ക് അവൾക്കൊപ്പം വന്നല്ലേ പറ്റൂ. ഞാൻ സത്യാമ്മയോടൊക്കെയാണ് അപേക്ഷിച്ചതല്ലേ എൻ്റെ മകളുടെ ജീവിതം തകർക്കരുത് എന്ന് പറഞ്ഞപ്പം സത്യഭാമ ചോദിച്ചു, അത് ശരി, അപ്പോൾ നിങ്ങളുടെ മകൾ ചെയ്ത തെറ്റ് എന്താണ് സത്യാമ്മേ? ശാരദാമ്മേ, നിങ്ങളുടെ മകൾ ചെയ്ത തെറ്റ് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? 6 വർഷക്കാലം ഇവൾ എവിടെയായിരുന്നു? എൻ്റെ മകന്റെ ഭാര്യയായി അവനോടൊപ്പം ഈ വീട്ടിൽ ജീവിച്ചവളല്ലേ ഇവൾ. എന്നിട്ട് അവൾ ഒരു സുപ്രഭാതത്തിൽ ആരോടും ഒന്നും പറയാതെ എങ്ങോട്ടോ അവൾ പോയി. എന്നിട്ട് 6 വർഷങ്ങൾക്ക് ശേഷം അവൾ മടങ്ങിയെത്തുന്നു, ഒക്കത്ത് ഒരു കുഞ്ഞുമായിട്ട്. ആ കുഞ്ഞിന്റെ പിതൃത്വവും ആ കുഞ്ഞിനെ അവൾക്ക് എങ്ങനെ കിട്ടിയെന്നും ഒന്നും അവൾ വെളിപ്പെടുത്താനും തയ്യാറല്ല. അങ്ങനെയുള്ള അവളെ എൻ്റെ മകൻ സ്വീകരിക്കണമെന്നാണോ പറയുന്നത്? 6 വർഷക്കാലം അവനിൽ നിന്ന് അകന്ന് ജീവിച്ച് ഒരു കുഞ്ഞുമായി തിരികെ വന്നവളെ അവൻ ഇരുകൈയെ നീട്ടി സ്വീകരിക്കണമോ? നിങ്ങൾക്ക് ഒരു മകനുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സമ്മതിക്കുമോ എന്ന് ശാരദാമ്മയോട് സത്യഭാമ ശബ്ദമുയർത്തുമ്പോൾ അവസാനം ശാലിനി പറഞ്ഞു, സത്യാമ്മേ,
എന്ന് വിളിച്ചതും ശാരദാമ്മ ശാലിനിയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, എടി മോളെ, ഇനിയെങ്കിലും നീ സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുക. ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്ക് ഉത്തരം പറയാനില്ല. നീ തന്നെ എല്ലാം സത്യാമ്മയോട് പറയണം. ഇന്നത്തോടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ശാരദാമ്മ ശാലിനിയോട് പറയുമ്പോൾ അവസാനം ശാലിനി പറഞ്ഞു, സത്യാമ്മേ, സത്യ സത്യ സത്യാമ്മയുടെ പേരക്കുട്ടിയാണ്. സത്യാമ്മയുടെ ചോര എന്ന് ശാലിനി ആ സത്യം വെളിപ്പെടുത്തുമ്പോൾ വിഷ്ണു ആ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ നോക്കുമ്പോൾ രാഘവൻ നായരും എല്ലാവരും ശാലിനിയുടെ ആ വെളിപ്പെടുത്തലിൽ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞ ഞെട്ടലിൽ അത് ഉൾക്കൊള്ളാൻ അത് അങ്ങനെ ഒരു സത്യം കേട്ടതിന്റെ ഞെട്ടലിൽ നിൽക്കുമ്പോൾ, എന്നാൽ ശാലിനി പറഞ്ഞ ആ സത്യം ഉൾക്കൊള്ളാനാകാതെ ശാലിനി വീണ്ടും പുതിയ കഥയുമായിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ശാലിനിയുടെ വാക്കുകളെ അവിശ്വസിച്ചുകൊണ്ട് സത്യഭാമ കലിയോടെ ശാലിനിക്ക് നേരെ തിരിയുന്നു.